ഓക്കെ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് പറയുന്നത് ജാക്കി ചാൻ അഡ്വഞ്ചേഴ്സിൻ്റെ രണ്ടാമത്തെ സീസണിൻ്റെ പ്ലോട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ്. നമ്മുടെ ഫസ്റ്റ് സീസണിൻ്റെ പ്ലോട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു നല്ല റെസ്പോൺസാണ് നിങ്ങളിൽ നിന്ന് തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന രണ്ടാമത്തെ സീസണിൻ്റെ പ്ലോട്ടും നമ്മൾ ചെയ്യാനായി കാരണം തന്നെ ഉണ്ടായത്. അതേപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ആ ഒരു 5 സീസണിനെയും ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്ന പോലെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും ചെക്കൗട്ട് ചെയ്ത് നോക്കുക, ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. അതേപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് സീസണിൻ്റെ പ്ലോട്ട് എക്സ്പ്ലെയിൻ ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും തീർച്ചയായും ചെക്കൗട്ട് ചെയ്ത് നോക്കുക, ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞ് ഇനി ബോറടിപ്പിക്കുന്നില്ല. ദിസ് മീ ആൻഡ് ടുഡേ വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് ജാക്കി ചാൻ അഡ്വഞ്ചേഴ്സ്. ഈ സെക്കൻഡ് സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് സീസണിൻ്റെ അവസാനത്തിൽ നിന്നുമാണ്. നമ്മൾ ഫസ്റ്റ് സീസണിൻ്റെ അവസാനം കണ്ടിട്ടുണ്ടായിരുന്നു ഷിൻഡോ തൻ്റെ ശിലാരൂപത്തിൽ നിന്നും ഒറിജിനൽ ഫോമിലോട്ട് വരികയും തുടർന്ന് ജാക്കി ചാൻ്റെ ടീമുമായി ഒരു വലിയ ഫൈറ്റ് നടത്തുകയും തുടർന്ന് ഷിൻഡോയെ മറ്റൊരു റിയലത്തേക്ക് പറഞ്ഞയക്കുന്നതുമായൊക്കെ. അവിടെ നിന്നുമാണ് സെക്കൻഡ് സീസൺ തുടങ്ങുന്നതും. ഷിൻഡോയെ പറഞ്ഞയക്കുന്ന റിയലത്തിൽ ഷിൻഡോ ചെല്ലുമ്പോൾ കാണുന്നത് 7 ഭൂതങ്ങളെയാണ്. ഈ 7 ഭൂതങ്ങൾ എന്ന് പറയുന്നത് ഷിൻഡോയുടെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആണ്. ആൻഡ് ചില എപ്പിസോഡുകളിൽ ഇത് ഷിൻഡോയുടെ ഫ്രണ്ട്സ് ആണെന്നും പറയാറുണ്ട്. ഈ പറയുന്ന 7 ഭൂതങ്ങൾ ഷിൻഡോയും കൂട്ടി 8 ഭൂതങ്ങളെ സംബന്ധിച്ച് പോകുന്നതാണ് ഈ ഒരു സെക്കൻഡ് സീസൺ എന്ന് പറയുന്നത്. ഈ 8 ഭൂതങ്ങൾ ആരാണെന്നും ഇവരുടെ പവേഴ്സ് ആൻഡ് എബിലിറ്റീസ് എന്താണെന്നൊക്കെ പറയുന്നതിന് മുമ്പേ തന്നെ ഇവരുടെ ഒരു ചെറിയ പ്ലോട്ട് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. കഥ നടക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. ഏകദേശം 1000 വർഷങ്ങൾക്ക് മുമ്പെയാണ് ഈ ഒരു കഥ നടക്കുന്നത്. അന്ന് ഏഷ്യൻ ചൈന ഭരിക്കുന്നത് ഷിൻഡോയുടെ ഈ പറയുന്ന സഹോദരങ്ങൾ കൂടിയായിരുന്നു. ഇവർ 8 പേരും കൂടെ ചേർന്ന് ഏഷ്യൻ ചൈന വളരെയധികം ക്രൂരമായി തന്നെയായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. ഈ ഒരു 8 ഡീമൻസിനും ഓരോ എലമെന്റ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള പവേഴ്സ് ആൻഡ് എബിലിറ്റീസും ഉണ്ടായിരുന്നു. തുടർന്ന് ഇവർ ക്രൂരമായാണ് ഈ രാജ്യങ്ങൾ ഭരിക്കുന്നതെന്ന് മനസ്സിലാക്കി 8 വിസാർഡ്സ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് വരികയും തുടർന്ന് ഇവരുമായി ഒരു വലിയ ക്ലാഷ് നടക്കുകയും ഉണ്ടായിരുന്നു. തുടർന്ന് ഈ ഒരു ക്ലാഷിന് അവസാനം ഈ 8 വിസാർഡ്സ് ഈ 8 ഡീമൻസിനെ മറ്റൊരു വേൾഡിലോട്ട് അല്ലെങ്കിൽ മറ്റൊരു റിയലത്തിലോട്ട് അകപ്പെടുത്തുകയാണ്. അതാണ് നെതർ വേൾഡ് എന്ന് പറയുന്നത്. ഇവർ കുപ്രസിദ്ധന്മാരായതുകൊണ്ടും ക്രൂരന്മാരായതുകൊണ്ടും അതിബുദ്ധിമാരായതുകൊണ്ട് തന്നെ ഇവർ എങ്ങനെയെങ്കിലും ആ ഒരു വേൾഡിൽ നിന്നും തിരിച്ച് എർത്തിലോട്ട് വരുമെന്ന് മനസ്സിലാക്കിയ ഈ ഒരു വിസാർഡ്സ് ഇവർക്ക് ഓരോരുത്തർക്കും വേണ്ടിയായി ഓരോ പോർട്ടലുകൾ ഉണ്ടാക്കുന്നു. ആൻഡ് ആ ഒരു പോർട്ടലിലൂടെ ഈ ഒരു ഡീമന് മാത്രമായിരിക്കും വരാനായി സാധിക്കുക. അകത്തോട്ടാണെങ്കിലും വെള്ളോട്ടാണെങ്കിലും ഇവർക്ക് ഈ റിയലത്തിൽ നിന്ന് എർത്തിലോട്ട് വരണമെന്നുണ്ടെങ്കിലും എർത്തിൽ നിന്ന് ആ റിയലത്തിലോട്ട് പോകണമെന്നുണ്ടെങ്കിലും ഈ ഒരു പോർട്ടലിലൂടെ മാത്രമേ ഇവർക്ക് സാധിക്കുകയുള്ളൂ. ആൻഡ് ഒരു പോർട്ടലിലൂടെ ഒരു ഡീമിന് മാത്രമേ പോകാനും സാധിക്കൂ. ആ ഒരു പോർട്ടൽ അവർക്കും വേണ്ടിയുള്ളത് മാത്രമായിരിക്കും. അങ്ങനെ ഈ 8 പോർട്ടൽസ് യൂസ് ചെയ്താണ് ഈ 8 ഡീമൻസിനെ ആ ഒരു നെതർ വേൾഡിലോട്ട് അകപ്പെടുത്തുന്നത്. തുടർന്ന് ഈ ഒരു പോർട്ടലിനെ സീൽ ചെയ്തുകൊണ്ട് ആ ഒരു സീല് ബ്രേക്ക് ചെയ്യാനായിട്ട് ഒരു കീയും അവർ ഉണ്ടാക്കുന്നു. തുടർന്ന് ഈ ഒരു 8 പോർട്ടലിന് വേണ്ടി ഒരു കീയും ഉണ്ട്. ആ ഒരു കീ എന്ന് പറയുന്നത് ഒരു മാന്ത്രിക പെട്ടിയാണ്. അതിനെ ബാങ്കു ബോക്സ് എന്നാണ് വിളിക്കുന്നതും. എന്നാൽ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഓവർപവേർഡ് ആയിട്ടുള്ള ഡീമനും അതേപോലെ തന്നെ ക്രൂരനും അതുപോലെ കുപ്രസിദ്ധനുമായിട്ടുള്ള അല്ലെങ്കിൽ അതിബുദ്ധിമാനായിട്ടുള്ള ഒരു ഡീമൻ തന്നെയായിരുന്നു ഷിൻഡോ എന്ന് പറയുന്നത്. തൻ്റെ ബാക്കിയുള്ള ഫ്രണ്ട്സിൻ്റെ ഹെൽപ്പോട് കൂടി ഷിൻഡോ ആ ഒരു പോർട്ടൽ ബ്രേക്ക് ചെയ്ത് തിരിച്ച് ഭൂമിയിലേക്ക് വരുന്നു. എന്നാൽ ഭൂമിയിലെത്തിയ ഷിൻഡോ ക്രൂരമായി തന്നെ ഭൂമി ഭരിക്കുകയും തുടർന്ന് ഇതെല്ലാം അറിഞ്ഞ ലോപ്പെ എന്ന് പറയുന്ന മന്ത്രവാദി വന്നുകൊണ്ട് ഷിൻഡോയെ തോൽപ്പിച്ച് ഷിൻഡോയുടെ ഉള്ളിലുള്ള 12 ശക്തികളെ 12 മാന്ത്രികലാക്കി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് ഒളിപ്പിച്ചു വെക്കുന്നു. ആൻഡ് തുടർന്ന് നടക്കുന്ന സംഭവവികാസമായ കഥകൾ നമ്മൾ ഫസ്റ്റ് സീസണിൽ കണ്ടിട്ടുള്ളതാണ്. തുടർന്ന് പിന്നീട് ഷിൻഡോ ഡാർക്കൻസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുമായി ഒത്തുചേർന്നുകൊണ്ട് മാന്ത്രികൽ എടുക്കാൻ ശ്രമിക്കുന്നതും അതിനെ തടഞ്ഞുകൊണ്ട് വരുന്ന ജാക്കി ചാൻ്റെ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഈ പറയുന്നത് ഫസ്റ്റ് സീസണിൽ കണ്ടത്. ആൻഡ് ഫസ്റ്റ് സീസണിൻ്റെ അവസാനം ഷിൻഡോയെ തോൽപ്പിച്ചുകൊണ്ട് ഷിൻഡോ മറ്റൊരു റിയലത്തിലായി പോകുന്നതായി നമ്മൾ കാണുന്നു. ആ ഒരു റിയലം എന്ന് പറയുന്നത് ഷിൻഡോ നേരത്തെ പോയിട്ടുണ്ടായിരുന്ന ആ ഒരു നെതർ വേൾഡ് തന്നെയായിരുന്നു. അവിടെയായി ഷിൻഡോയുടെ ബാക്കിയുള്ള 7 ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. തുടർന്ന് അവരെ മോചിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഷിൻഡോയെ തിരികെ എർത്തിലേക്ക് പറഞ്ഞയക്കുന്നുമുണ്ട്. എന്നാൽ എർത്തിൽ വരുന്ന ഷിൻഡോ ജാക്കി ചാൻ്റെ ബോഡി പോസസ് ചെയ്യാമെന്ന് വിചാരിക്കുകയും എന്നാൽ ആക്സിഡൻ്റലി ഡാർക്കൻസിൻ്റെ ലീഡറായിട്ടുള്ള വാൾട്ടറിൻ്റെ ബോഡിയിലേക്ക് ചേരുകയും ചെയ്യുന്നു. തുടർന്ന് വാൾട്ടറിൻ്റെ കൂട്ടരെയും സഹായത്തോടു കൂടി തന്നെ ഈ മാന്ത്രിക പെട്ടി കണ്ടുപിടിക്കുകയും തുടർന്ന് ഡാർക്കൻസും ഷിൻഡോയും കൂടെ ആ മദർ ബോക്സ് യൂസ് ചെയ്ത് ബാക്കിയുള്ള 7 ഡീമൻസിനെ ഭൂമിയിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും ജാക്കി അത് തടയുന്നതും തുടർന്ന് നടക്കുന്ന സംഭവപരമായ കഥയാണ് നമ്മൾ ഈ പറയുന്ന സെക്കൻഡ് സീസണിലൂടെ കാണുന്നത്. നമുക്കിനി ഏതൊക്കെയാണ് ആ ഒരു 8 ഡീമൻസ് എന്ന് നോക്കാം. അതിൽ ആദ്യത്തെ ഡീമനാണ് ഡീമൻ ഓഫ് ഫയർ ഷിൻഡോ. ഷിൻഡോ എന്ന് പറയുന്നത് കൂട്ടത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡേഞ്ചറസും മോസ്റ്റ് പവർഫുൾ ഡീമൻസിൽ ഒരാൾ തന്നെയാണ്. ആൻഡ് ഈ പറയുന്ന പോലെ ഷിൻഡോയെ പറ്റി ഞാൻ ഒരുപാട് കാര്യങ്ങളൊന്നും പറയുന്നില്ല. നമ്മൾ കഴിഞ്ഞ സീസണിൽ തന്നെ പറയുന്നത് ഷിൻഡോയെ പറ്റി തന്നെയായിരുന്നു. ആൻഡ് പണ്ട് ഷിൻഡോയെ ഈ പറയുന്ന പോലെ ലോക്ക് ചെയ്യുന്നത് ഒരു വാൾ ഉപയോഗിച്ച് തന്നെയായിരുന്നു. ആൻഡ് ആ ഒരു വാൾ ഉപയോഗിച്ച് തന്നെയാണ് ഈ പോർട്ടൽ ഓപ്പൺ ചെയ്ത് ഷിൻഡോയെ മറ്റൊരു വേൾഡിലോട്ട് അയക്കുന്നതും. ആൻഡ് ഒരു തരത്തിൽ നോക്കിയാൽ ഈ ഒരു വാള് തന്നെയാണ് ഷിൻഡോയുടെ ഒരു വീക്ക്നെസ് എന്നും പറയാം. ഈ ഒരു ലിസ്റ്റിലെ രണ്ടാമത്തെ ഡീമനാണ് ഡീമൻ ഓഫ് മൗണ്ടൻ പൊയ്ക്കയ. വേറൊന്നുമില്ല, മലയാളത്തിൽ പറഞ്ഞ മലഭൂതം.
സോ ഈ ഒരു ഡീമൺ എന്ന് പറയുന്നത് ഒരു ഫീമെയിലാണ്. ആൻഡ് ഈ ഒരു കൂട്ടത്തിൽ തന്നെ രണ്ടാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ ഡീമൻ എന്ന് പറയാനായി സാധിക്കും. ഒരു ഫീമെയിൽ ഡീമൻ എന്ന് പറയാൻ സാധിക്കും. കാരണം ഞാൻ 2 അല്ലെങ്കിൽ 3 എന്ന് പറയാൻ കാരണം ഷിൻഡോയുടെ കറക്റ്റ് ജെൻഡർ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടില്ല. ചില എപ്പിസോഡുകളിൽ ഈ പറയുന്ന പോലെ ഷിൻഡോയെ പെണ്ണായിട്ടും എന്നാൽ ഷിൻഡോയുടെ മകനായിട്ടുള്ള ഡ്രാഗോ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഈ സീരീസിലോട്ട് വരുമ്പോൾ അച്ഛ എന്നുമാണെന്ന് വിളിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഷിൻഡോയുടെ കറക്റ്റ് ജെൻഡർ എന്താണെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ ആണാണോ പെണ്ണാണോ എന്നും സംശയമുണ്ട്. ഇനി ട്രാൻസ്ജെൻഡർ ആണോ എന്നൊരു സംശയമുണ്ട്. എന്തായാലും അതിലോട്ടൊന്നും ഞാൻ കിടക്കുന്നില്ല. നേരെ നമുക്ക് അതിലോട്ട് തന്നെ വരാം. സോ കൂട്ടത്തിൽ തന്നെ ഏറ്റവും വലിയ ക്രൂരനായിട്ടുള്ള ഡീമൻസുകളിൽ ഒരാൾ തന്നെയാണ് ഈ പറയുന്ന മലഭൂതം എന്ന് പറയുന്നത്. കാരണം ഈ ഒരു ഡീമൻ ആൾക്കാരെ ദ്രോഹിക്കുന്നതെന്ന് പറയുന്നത് ഈ പറയുന്നവരെ ആൾക്കാരെ കൊന്നുകൊണ്ടൊന്നുമല്ല. ഈ ഒരു ഡീമൻ ആൾക്കാരെ പച്ചയ്ക്ക് അങ്ങ് വിടുങ്ങുകയാണ്. സോ കൂട്ടത്തിൽ തന്നെ ഏറ്റവും വിയർഡായിട്ടുള്ള ഡീമൻസിൽ ഒരാൾ ഈ ഒരു ഡീമൻ തന്നെയാണെന്ന് പറയാം. ആൻഡ് ഈ ഒരു ഡീമൻ്റെ ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള ഡ്രം സെറ്റുകൾ തന്നെയാണ്. ആൻഡ് ഈ ഒരു ഡ്രം സെറ്റുകൾ യൂസ് ചെയ്ത് തന്നെയാണ് ഈ പറയുന്ന നെതർവേൾഡിൽ സീൽ ചെയ്ത് വെക്കുന്നതും. ഇനി മൂന്നാമത്തെ ഡീമനാണ് ഡീമൻ ഓഫ് എയർ സിർജാൻ. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വായുഭൂതം. ആൻഡ് ഈ ഒരു ഡീമൻ്റെ ഒരു ക്യാരക്ടർ ഡിസൈൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് കാണാൻ ഒരു തവളയുടെ ഒക്കെ രൂപത്തിലാണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഒരു തവളയാണെന്ന് കരുതി ഈ പറയുന്ന പോലെ ഡീമനെ പുച്ഛിച്ച് കാണരുത്. ഈ ഒരു ഡീമൻ്റെ പവർ എന്ന് പറയുന്നത് പേര് സൂചിപ്പിച്ചിട്ടുള്ളത് പോലെ തന്നെ വായുവിൻ്റെ ശക്തി തന്നെയാണുള്ളത്. ആൻഡ് ഈ ഒരു ഡീമന് കൊടുങ്കാറ്റിൽ തന്നെ ഉണ്ടാക്കാൻ തക്ക ശക്തി ഉണ്ട് എന്നാണ് ഈ സീരീസിൽ പലയിടങ്ങളായി മെൻഷൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ ഒരു ഡീമൻ്റെ വീക്ക്നെസ് ആയി പറയുന്നത് ഒരു വിഷറിയാണ്. ഒരു ജാപ്പനീസ് കൾച്ചറിലുള്ള പ്രത്യേകതരം ഒരു വിഷറിയാണ് ഈ ഒരു ഡീമനെ സീൽ ചെയ്യാനായി യൂസ് ചെയ്യുന്നത്. ഈ ഒരു കൂട്ടത്തിലെ നാലാമത്തെ ഡീമനാണ് ഡീമൻ ഓഫ് തണ്ടർ ഷട്ട്ലോക്ക്. പേര് കേട്ടതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, തണ്ടറിൻ്റെ പവറാണ് ഈ ഒരു ക്യാരക്ടറിനെ യൂസ് ചെയ്യുന്നത്. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ കൂട്ടത്തിൽ ഡയറക്റ്റ് ചെന്ന് ഫൈറ്റ് ചെയ്യുന്ന ഒരു ഡീമൺ തന്നെയാണ് ഷട്ട്ലോക്ക് എന്ന് പറയുന്നത്. അതുമാത്രമല്ല ഈ ഒരു ഡീമൺ എന്ന് പറയുന്നത് ഒരു വാരിയറാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് കയറി ഫൈറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഈ ഒരു ക്യാരക്ടറിന് കൊടുത്തിട്ടുള്ളത്. ആൻഡ് കൂടുതൽ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് ഡേഞ്ചറസ് ആൻഡ് പവർഫുൾ ഡീമൻസിൽ ഒരാൾ തന്നെയാണ് ഈ പറയുന്ന ഇടിമിന്നൽ ഭൂതം എന്ന് പറയുന്നത്. സോ ഈ ഒരു ഡീമൻ്റെ ഒരു വീക്ക്നെസ് ആയി പറഞ്ഞിട്ടുള്ളത് ഒരു പ്രത്യേകം ചിപ്പി വിഭാഗത്തിൽ വരുന്ന കാസ്ട്രോട്ട് എന്ന് പറയുന്ന ഒരു ചിപ്പി തന്നെയാണ്. ആൻഡ് ഈ ഒരു ചിപ്പി യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഡീമനെ മറ്റൊരു റിയാലത്തിലോട്ട് സീൽ ചെയ്യുന്നതും. ഈ ഒരു കൂട്ടത്തിലെ അഞ്ചാമത്തെ ഡീമനാണ് ഡീമൻ ഓഫ് മൂൺ ആൻഡ് നൈറ്റ് സോളൻ. പേര് കേട്ട പോലെ തന്നെ രാത്രിയും ചന്ദ്രനെയും കൺട്രോൾ ചെയ്യാനുള്ള ഒരു പവറാണ് ഈ ഒരു ഡീമിന് കൊടുത്തിട്ടുള്ളത്. ആൻഡ് രാത്രിയും ചന്ദ്രനെയും കൺട്രോൾ ചെയ്യാനുള്ള പവർ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഡീമിന് സ്പേസിനെയും അതേപോലെ തന്നെ ഗ്രാവിറ്റിയും ഒക്കെ കൺട്രോൾ ചെയ്യാനും കഴിയും. കൂടുതൽ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് പവർഫുൾ ഡീമൻസിൽ ഒരാൾ തന്നെയാണ് ഈ ഒരു ഡീമൻ എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു ഡീമന് ചന്ദ്രനെ ഇല്ലാതാക്കിക്കൊണ്ട് തന്നെ ഭൂമിയെ നശിപ്പിക്കാനായും സാധിക്കും. ഡയറക്റ്റായി വന്ന് ഭൂമിയൊന്നും ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ ചന്ദ്രനെ നശിപ്പിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും ഈ ഒരു മെയിനായിട്ട് ഈ ഒരു ഡീമിന് ഭൂമി നശിപ്പിക്കാനായി സാധിക്കുക. ആൻഡ് ഈ ഒരു ഡീമിൻ്റെ എപ്പിസോഡ് വേറെ ലെവൽ തന്നെയായിരുന്നു. കൂടുതൽ തന്നെ അത്യാവശ്യം ഡിഫറൻ്റ് ആയിട്ട് നിൽക്കുന്നൊരു എപ്പിസോഡ് ആയതുകൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള വൺ ഓഫ് മൈ ഫേവറേറ്റ് എപ്പിസോഡിൽ ഒന്ന് തന്നെയാണ് ഇതെന്ന് പറയാം. കാരണം ഫുൾ ഓൺ സ്പേസിലാണ് ഈ ഒരു കാര്യം നടക്കുന്നത്. സ്പേസ് ഷിപ്പും അതേപോലെ തന്നെ ആസ്ട്രോനോട്ട്സും അങ്ങനെ നടക്കുന്ന ഒരു ഗംഭീര എപ്പിസോഡ് തന്നെയാണ് ഈ ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത്. ഇവൻ്റെ ഒരു മെയിൻ വീക്ക്നെസ് എന്ന് പറയുന്നത് താമരപ്പൂക്കളാണ്. ആൻഡ് ഈ ഒരു താമരപ്പൂ യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഡീമനെ റയലത്തിലോട്ട് സീൽ ചെയ്യുന്നതും. ഈ ഒരു കൂട്ടത്തിലെ ആറാമത്തെ ഡീമനാണ് ഡീമൻ ഓഫ് എർത്ത് ഡൈസ്. ആൻഡ് ഈ ഒരു ഡീമൻ്റെ ഫിസിക്കൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അപാരമാണ്. കൂട്ടത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫിസിക്കൽ സ്ട്രെങ്ത് ഉള്ള ഒരു ഡീമൻ എന്ന് പറയുന്നതും ഈ ഒരു ഭൂമിഭൂതം തന്നെയാണ്. ഭൂമിക്ക് അടിയിലായിട്ട് നിൽക്കുന്ന ഒരു സമയമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡീമിന് സൗണ്ടിനേക്കാളും സ്പീഡിൽ ട്രാവൽ ചെയ്യാനായി സാധിക്കുമെന്നാണ് ഈ ഒരു സീരീസിൽ പലയിടങ്ങളിലായി മെൻഷൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ ഒരു ഡീമിന് ഈ പറയുന്ന പോലെ ഭയങ്കര അധികം സ്ട്രെങ്ത് ആയതുകൊണ്ട് തന്നെ ജാക്കി ചാൻ ഈ ഒരു ഡീമിനെ തോൽപ്പിക്കുന്ന കാര്യം അത്യാവശ്യം ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. ആൻഡ് ഈ ഒരു എപ്പിസോഡിൽ അതിനായി ജാക്കി ചാൻ ഒരു ആർമറൊക്കെ വീൽഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ആ ഒരു ആർമർ എന്ന് പറയുന്നത് തൻ്റെ ഓപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ഓപ്പണൻ്റെ പവറിനെ റിവേഴ്സ് ചെയ്ത് ആ ഒരു എന്താ പറയുക ആ ഒരു ഓപ്പണൻ്റായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിന് ഒരു ആർമറിനെ പിന്നെ നമ്മൾ ഈ സീരീസിലൊന്നും കണ്ടിട്ടില്ല. ആൻഡ് ഈ ഒരു ആർമറിൻ്റെ ഒറിജിൻ എന്താണെന്നോ എന്താണ് ഈ ഒരു പവർ ഇങ്ങനെ ആയെന്നോ ഒന്നും കാര്യങ്ങളൊന്നും പറയുന്നില്ല. ജസ്റ്റ് ഈ ഒരു എപ്പിസോഡിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു ആർമർ കണ്ടിട്ടുള്ളത്. ആൻഡ് ആ ഒരു ആർമർ ഇല്ലായിരുന്നെങ്കിൽ ജാക്കി ചാൻ ഒരിക്കലും ഈ ഒരു ഡീമിനെ ഡിഫീറ്റ് ചെയ്യാനും സാധിക്കില്ലായിരുന്നു. ആൻഡ് ഈ ഒരു ഡീമിൻ്റെ ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത് പൂക്കളാണ്. കാരണം നമ്മൾ ഈ പറയുന്ന പോലെ ഡീമൻ ഓഫ് മൂൺ ആൻഡ് നൈറ്റിനെ കണ്ടിട്ടുള്ളത് താമരപ്പൂക്കളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡീമനിലേക്കിട്ട് വരുമ്പോൾ എല്ലാ പൂക്കളും ഈ ഒരു ഡീമിന് ഒരു എന്താ പറയുക വീക്ക്നെസ് ആണെന്ന് പറയാം. ആൻഡ് ഏതൊരു പൂ ഉപയോഗിച്ചും ഈ ഒരു ഡീമിനെ പോർട്ടൽ ഓപ്പൺ ചെയ്ത് ആ ഒരു റേലത്തിലേക്ക് സീൽ ചെയ്യാനായി സാധിക്കുന്നതാണ്. ആൻഡ് ഈ ഒരു കൂട്ടത്തിലെ ഏഴാമത്തെ ഡീമനാണ് ഡീമൻ ഓഫ് സ്കൈ ഷിജു. സോ കൂട്ടത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വീക്കസ്റ്റ് ആയിട്ടുള്ള ഒരു ഡീമനും ഈ ഒരു ഡീമൻ തന്നെയാണ്. അധികം പവേഴ്സ് ഒന്നും ഈ ഒരു ഡീമനില്ല, പറക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ഡീമിൻ്റെ മേജർ പവർ എന്ന് പറയുന്നത്. എന്നാൽ കൂട്ടത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ IQ ഉള്ള ഒരു ഡീമനും ഈ ഒരു ഡീമൻ തന്നെയാണ്. കൂട്ടത്തിലുള്ള എല്ലാ ഡീമൻസിനേക്കാളും IQ ഈ ഒരു ഡീമനുണ്ട്. എന്നാൽ അത് മാത്രമല്ല, അത് ഒരു സ്പെഷ്യൽ പവർ കൂടിയുണ്ട്. ഈ ഒരു ഡീമന് ഷേപ്പ് ഷിഫ്റ്റിംഗ് ഉപയോഗിച്ചുകൊണ്ട് ഏതൊരു മനുഷ്യരൂപത്തിലോട്ട് മാറാനായി സാധിക്കുന്നതാണ്. ആൻഡ് ഈ ഒരു ഡീമൻ്റെ ഒരു വീക്ക്നെസ്സായി പറയുന്നത് ഓടക്കുഴലാണ്.
ഈ ഓടക്കുഴൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു ഡീമിനെ നെതർ വേൾഡിലോട്ട് സീല് ചെയ്യുന്നത്. ആൻഡ് നമ്മുടെ ഒരു ലിസ്റ്റിൽ തന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡീമനാണ് ഡീമൻ ഓഫ് വാട്ടർ ആൻഡ് സീ, ബിറ്റ്സ. ഈ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു ഫീമെയിൽ ക്യാരക്ടറാണ്. എന്നാൽ കൂട്ടത്തിൽ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് പവർഫുൾ ഡീമൻസിൽ ഒരാൾ തന്നെയാണ് ബിറ്റ്സ എന്ന് പറയുന്നത്. ഈ ഒരു ക്യാരക്ടറിന് തൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു ക്യാരക്ടർ വെള്ളത്തിലുണ്ടായിരിക്കണം. കാരണം ഈ ഒരു ക്യാരക്ടറിൻ്റെ മേജർ പവർ എന്ന് പറയുന്നത് വെള്ളം തന്നെയാണ്. ആൻഡ് പലയിടങ്ങളിലായി ഈ ഒരു ക്യാരക്ടറിന് വെള്ളത്തിൻ്റെ റാണി എന്നും പറയുന്നുണ്ട്. എന്നാൽ എന്താണ് കറക്റ്റ് എന്നുള്ള കാര്യം അറിയുകയില്ല. സോ ഈ ഒരു ക്യാരക്ടർ വെള്ളത്തിലുള്ള സമയത്ത് ഈ ഒരു ക്യാരക്ടറെ ഡിഫീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്യാവശ്യം പാടുള്ള കാര്യമാണ്. നമ്മൾ ഈ പറയുന്ന പോലെ അക്വാമാനിലൊക്കെ കണ്ടിട്ടുള്ളത് തന്നെയാണ്. ഒരു ക്യാരക്ടറിനെ വെള്ളത്തിലുള്ള സമയത്ത് ഡിഫീറ്റ് ചെയ്യുക എന്നുള്ളത് അത്യാവശ്യം പാട് പിടിച്ചിട്ടുള്ളൊരു പരിപാടി തന്നെയാണ്. ഈ ഒരു ക്യാരക്ടറിൻ്റെ വീക്ക്നെസ്സായി പറയുന്നത് കുക്കുംബർ ഫാമിലിയിൽ പെട്ടിട്ടുള്ള ചില വെജിറ്റബിൾസ് തന്നെയാണ്. കേൾക്കുമ്പോൾ കോമഡിയായി തോന്നും. എന്നാൽ ഈ വീക്ക്നെസ് ഉപയോഗിച്ച് തന്നെയാണ് ഈ ഒരു ഡീമനെ ഈ പറയുന്ന പോലെ പോർട്ടൽ ഓപ്പൺ ചെയ്ത് നെതർ വേൾഡിലേക്ക് സീൽ ചെയ്യുന്നത്. സോ ഈ 8 ഡീമൻസിനെയാണ് നമ്മൾ ഈ ഒരു സീരീസിൽ മേജറായിട്ട് കാണുന്നത്. ഈ ഒരു സീരീസിൻ്റെ ഫൈനാലെ എപ്പിസോഡ്സും അടിപൊളി തന്നെയാണ്. ഏകദേശം ഇതിൻ്റെ പാർട്ട് 1ഉം പാർട്ട് 2 എന്നും പറഞ്ഞ് തന്നെയാണ് ഈ 2 ഫിനാലെ എപ്പിസോഡ്സും ഉണ്ടാക്കിയിട്ടുള്ളത്. ഷിൻഡോ ജാക്കിയുടെ ബോഡി പ്രോസസ്സ് ചെയ്യുന്നതും തുടർന്ന് കാലപുസ്തകത്തിലെ ചരിത്രം മാറ്റുന്നതും അങ്ങനെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം റിവേഴ്സായി സംഭവിച്ചുകൊണ്ട് പഴയ കാലത്തിലോട്ട് പോവുകയും അങ്ങനെ ഈ പറയുന്ന ഡീമൻസിനെ ആരും സീൽ ചെയ്തില്ല എന്ന് പറയുന്നത് ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്തതും, എന്നാൽ ജൂലി മാത്രം എങ്ങനെയോ തൻ്റെ റിയൽ ഫോമിൽ തന്നെ അല്ലെങ്കിൽ തൻ്റെ ആ ഒരു ഒറിജിനൽ മൈൻഡിൽ തന്നെ ആ ഒരു കാലത്തിലേക്ക് എത്തുകയും തുടർന്ന് ഈ പറയുന്ന സൂപ്പർ ടീമിനെ വീണ്ടും ജോയിൻ ചെയ്യിപ്പിച്ചുകൊണ്ട് ഈ പറയുന്ന ഡീമൻസിനൊക്കെ ഡിഫീറ്റ് ചെയ്യുകയും അങ്ങനെ നടക്കുന്ന ഒരു സംഭവകരമായ ഒരു ഫിനാലെ എപ്പിസോഡ് തന്നെയാണ് സോ ഈ ഒരു സെക്കൻഡ് സീസണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു കൂട്ടത്തിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഡീമൻ ഏതാണെന്നുള്ളത് മറക്കാതെ കമൻറ്റിലൂടെ അറിയിക്കുക. ആൻഡ് ഈ ഒരു കൂട്ടത്തിൽ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഡീമൻ എന്ന് പറയുന്നത് ഡീമൻ ഓഫ് തണ്ടർ തന്നെയാണ്. അതുപോലെ ഷിൻഡോയും എനിക്ക് ഇഷ്ടം തന്നെയാണ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടുള്ള ഡീമൻ ഏതാണെന്നുള്ള കാര്യം മറക്കാതെ കമൻറ്റിലൂടെ അറിയിക്കുക. ആൻഡ് ഉടനെ തന്നെ ഈ പറയുന്ന പോലെ സീസൺ 3യുടെ ഒന്നും വീഡിയോ ചിലപ്പോൾ കാണുകയില്ല. കാരണം എക്സാം നടക്കാൻ വേണ്ടി പോവാണ്. എക്സാമിൻ്റെ ഇടയിൽ ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടിയപ്പോഴാണ് ഈ ഒരു വീഡിയോ തന്നെ ചെയ്യുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു എപ്പിസോഡ് പറയാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ട്സ് എന്നതുപോലെ എനേബിൾ ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ എത്തുകയുള്ളൂ. സോ ഇതിന് നല്ലൊരു എപ്പിസോഡ് കാണാവുന്ന പ്രതീക്ഷയോടെ ദിസ് മീ യുവർ ബ്രദർ ആദി സൈൻ ഔട്ട് വിത്ത് AK Spoke മലയാളം.